ഹലോ, ഇപ്പം ഓഫേഴ്സിൻ്റെ ടൈമാണ്. അതായത് ഇപ്പോൾ ആമസോണിലാണെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ബിഗ് ബില്യൺ ഡേ. ആ രണ്ടിലും മെയിനായിട്ട് ഒരു കില്ലർ റേറ്റിന് ഫോൺ സെയിൽ ചെയ്യുന്നത് സാംസങ്ങിൻ്റെ S23 ആണ്. രണ്ടിലും ആമസോണിലുണ്ട്, ഫ്ലിപ്കാർട്ടിലുണ്ട്. ഇതിൻ്റെ ഒരു ലോഞ്ച് പ്രൈസ് ഇത് കഴിഞ്ഞ വർഷം 2023 ഇറങ്ങിയ S23 സീരീസിലെ ഫോണാണ്. 23 ആണല്ലോ. അപ്പോൾ അന്ന് ആ ഒരു ഫോണിൻ്റെ പ്രൈസ് 75,000 രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസായിട്ട് വരുന്നത്. ഇപ്പം 2024 ബിഗ് ബില്യൺ ഡേയിലും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 39,990 രൂപയാണ് ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം പകുതി റേറ്റിനാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലായിട്ടുള്ള ഫോണാണ്. അപ്പോൾ ഈ ഒരു ഫോൺ ഞാൻ യൂസ് ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു വീഡിയോ S23 എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ മെയിൻലി ക്യാമറ അല്ലെങ്കിൽ പെർഫോമൻസ്, ഡിസ്പ്ലേ, അങ്ങനെ എല്ലാം ബെറ്റർ ആയിട്ടുള്ളൊരു ബെസ്റ്റ് ആൻഡ്രോയിഡ് ഫോണാണ് S23 എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ബട്ട് 40,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ കിട്ടുന്ന സമയത്ത് അത് വാങ്ങണോ വേണ്ടയോ? വേറെ ഒരുപാട് ഫോൺസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ഒരു വർഷം മുമ്പേയുള്ള S23 എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അൺബോക്സിങ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, റിവ്യൂ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു റിവ്യൂ പോലെ കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് 40,000 രൂപയ്ക്ക് 128 GB ആണ് കിട്ടുന്നത്. അപ്പോൾ 128 GB എടുക്കാതെ 256 GB എങ്കിലും മിനിമം എടുക്കുക. കാരണം അതിന് മേലേക്കില്ല, 512 ഒന്നുമില്ല, 256 GB മാത്രമേ മിനിമം വരുന്നുള്ളൂ. അപ്പോൾ അതൊരു കാരണം. ഒന്നാമത് ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണില്ലെങ്കിൽ നല്ല ക്യാമറയൊക്കെ ഉണ്ടാവും, നമ്മൾ ഒരുപാട് വീഡിയോസ്, ഫോട്ടോസൊക്കെ എടുക്കും. അപ്പോൾ അതിന് നല്ല ഇതിലുള്ള സ്റ്റോറേജൊക്കെ വരും. അപ്പം എന്തായാലും 128 എടുത്തു കഴിഞ്ഞാൽ ഒന്നും തന്നെ അത് എവിടെയും എത്തൂല. കാരണം നമുക്ക് തികയൂല. ഇപ്പം എനിക്ക് 256 GB എടുത്തിട്ട് തന്നെ ഞാനിപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് സ്റ്റോറേജൊക്കെ തന്നെ ഓൾമോസ്റ്റ് ഫുള്ളൊക്കെ ആവാറുണ്ട്. പിന്നെ ഡിലീറ്റ് ചെയ്തിട്ട് വേണം പിന്നീട് എടുക്കാൻ വേണ്ടി. അപ്പം സ്റ്റോറേജ് 256 GB ഒന്നും തികയുന്നില്ല. അപ്പോൾ 128 GB എന്തായിരിക്കും? തികയില്ല. അപ്പം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു പ്രീമിയം ഫോൺസൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ 256 GB എങ്കിലും മിനിമം ഇനി എടുക്കാൻ നോക്കുക. അപ്പം അത് മെയിനായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ ഒരു ഫോൺ ഡിസൈൻ വൈസും ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള S24 ആണെങ്കിലും ഇതേ സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. സോ ഡിസൈനിൻ്റെ കാര്യത്തിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ, ഇതിപ്പം S23 ആണോ 24 ആണോ എന്ന് ആർക്കും തിരിയുന്നില്ല. കാരണം ഓൾമോസ്റ്റ് സെയിം ആണ്, വലിയ ഡിഫറൻസ് ഡിസൈനിൻ്റെ കാര്യത്തിൽ വരുന്നില്ല. വേറെ കോമഡി എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി വില കുറഞ്ഞ ഫോണിലും ഇതേ ഡിസൈനിൽ വരുന്നുണ്ട്. പക്ഷെ അത് ഇതിലുള്ള പ്രീമിയം ആ ഒരു ലുക്ക് അതിന് കിട്ടൂല. ഇതിൻ്റെ ഒരു ചീപ്പർ ഫോണായിട്ടാണ് ബാക്കിയുള്ള ബഡ്ജറ്റ് റേഞ്ചിലെ ഫോൺസൊക്കെ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രീമിയം ആ ഒരു ഗ്ലാസ് ഡിസൈനും ഒരു മാറ്റ് ഫിനിഷും ഇതിൻ്റേതായിട്ടുള്ള ഡിസൈൻ ലുക്ക് ഇതിനുണ്ട്. ഈ രണ്ട് ഫോണും S23ക്കും S24നും ഉണ്ട്. പിന്നീട് എന്താ, ഡിസ്പ്ലേ, ബെറ്റർ ഡിസ്പ്ലേ, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലൊക്കെ വരുന്ന ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു കോമ്പാക്റ്റ് സൈസിലുള്ള ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫോൺ അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, വെയിറ്റ് കുറവാണ്, അതുപോലെ തന്നെ തിക്നെസ് കുറവാണ്, ഡിസ്പ്ലേയുടെ സൈസും കുറവാണ്. 6.1 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ഐഫോൺ നോൺ പ്രോ ഐഫോൺ മോഡൽസിലൊക്കെ തന്നെ വരുന്ന, ഇപ്പോൾ iPhone 15 ആണെങ്കിലും 13, 14 എല്ലാം 60 ഒക്കെ വരുന്ന സെയിം ഡിസ്പ്ലേ സൈസ് തന്നെയാണ്. ബട്ട് ഇതിന് അത്യാവശ്യം ബെസൽസ് കുറവാണ്, തിക്നെസ് കുറവാണ്, വെയിറ്റും കുറച്ചും കൂടെ കുറവാണ്. അതുകൊണ്ട് കുറച്ചും കൂടെ നമുക്ക് കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യാൻ നല്ല രസമാണ്. വൺ ഹാൻഡൊക്കെ യൂസ് ചെയ്യാൻ തന്നെ ഈ ഒരു ഫോൺ ആരിപ്പം ഞാൻ ഈ ഫോൺ വാങ്ങിച്ച പാടും എല്ലാവരെയും കൊടുക്കുന്ന സമയത്ത് അവർ പറയുന്നതാണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണല്ലോ, ഭയങ്കര ചെറുതാണ്, നല്ല രസമുണ്ട് ഹാൻഡിൽ ചെയ്യാമെന്നാണ് അധികം പേരും പറയാറുള്ളത്. അപ്പം അങ്ങനെ ഒരു മെയിൻ സംഭവമുണ്ട്. ഇപ്പം എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഒരു വലിയ ഫോണൊക്കെ എടുക്കുന്ന, ഇപ്പോൾ ഒരു പ്രോ മാക്സോ അല്ലെങ്കിൽ S24 അൾട്ര ഒക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് കയ്യിൽ ഒതുങ്ങൂല, ഭയങ്കര വലുതായിട്ട് തോന്നും. പക്ഷേ ഇത് അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണാണ്. പക്ഷേ മൾട്ടിമീഡിയ നിങ്ങളങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ അതൊക്കെ സജസ്റ്റ് ചെയ്യില്ല. കാരണം ചെറിയ ഡിസ്പ്ലേ ആണ്. കുറച്ചും കൂടെ വലിയ ഡിസ്പ്ലേ ഉള്ള ഫോണിലേക്ക് പോകാനേ ഞാൻ പറയുള്ളൂ. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ഫോൺ എടുക്കേണ്ട. ഞാൻ പിന്നെ മെയിനായിട്ട് ഇങ്ങനത്തെ വീഡിയോസൊന്നും അങ്ങനത്തെ ഫോണിൽ ഞാൻ കാണാറില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങനത്തെ ഒരു പേർപ്പസ് ഈ ഒരു ഫോൺ പറ്റിയില്ല. പിന്നെ ക്യാമറ, ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ക്യാമറയാണ്. 15 MB ആണ് പ്രൈമറി ക്യാമറ, ഉഗ്രൻ ക്യാമറയാണ്. 4K 60 FPS ഫ്രണ്ടിലും റിയറിലും ഷൂട്ട് ചെയ്യാം. പോർട്രേറ്റ് വീഡിയോ ഒക്കെ വരുന്നുണ്ട്, ഉഗ്രൻ വീഡിയോസാണ്. ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു ബ്ലോഗിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കണ്ടാൽ മതി. ഞാൻ റിവ്യൂവും കാര്യങ്ങളൊന്നും തന്നെ അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഞാൻ വ്ളോഗ് ചെയ്യുന്ന ഈ ഒരു ഫോൺ ഉപയോഗിച്ചാണ്, അതും 4K 16 FPS ഷൂട്ട് ചെയ്യാറ് എല്ലാ വീഡിയോസും. അപ്പം ഉഗ്രനായിട്ടുള്ള ക്വാളിറ്റിയാണ്, സ്റ്റെബിലൈസേഷനൊക്കെ തന്നെ പക്കയാണ്, യാതൊരു വിധത്തിൽ ഇഷ്യൂസും ഇല്ല. പിന്നീട് പോർട്രേറ്റിലൊക്കെ വീഡിയോസ് എടുക്കുമ്പോൾ ഒരു 4K 16 FPS എടുക്കുന്ന സമയത്ത് പോർട്രേറ്റ് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം അങ്ങനെ സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോ കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. ബാക്കി എല്ലാ രീതിയിലും ഉഗ്രനാണ്. അൾട്രാ വൈഡൊക്കെ എടുത്താൽ ഇങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ട്. ക്യാമറ വൈസ് പറയേണ്ട ആവശ്യമില്ല, ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണാണ്, ഉഗ്രൻ ക്യാമറയാണ്.
ദി ബെസ്റ്റാണ്. പിന്നീട് പെർഫോമൻസ് കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 2 പ്രോസറാണ് വരുന്നത്. ഈ ഒരു ദി ബെസ്റ്റ് അങ്ങനെ ഓവറായിട്ടുള്ള ഹീറ്റിങ്ങും കാര്യങ്ങളൊന്നും വരാറില്ല. ചെറിയ രീതിയിലുള്ള വാം വരും ക്യാമറ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ, നോർമലായിട്ടുള്ള ഹീറ്റിംഗ് വരാം, എന്നാലും ഓവറായിട്ടുള്ള ഹീറ്റിംഗ് വരാറില്ല. ഗെയിമിംഗ് ഒക്കെ തന്നെ സ്മൂത്താണ്, വേറെ ഇഷ്യൂസൊന്നും അതിനെ പെർഫോമൻസ് പറ്റി പറയാനില്ല. പിന്നീട് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ബാറ്ററിയാണ്. ബാറ്ററി കുറവാണ്, ചെറിയ 3900 mAh ബാറ്ററി മാത്രമേ വരുന്നുള്ളൂ. അപ്പം അതിൻ്റേതായിട്ടുള്ള ബാറ്ററി കുറവ് ഇതിന് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഒരു സ്ക്രീൻ ഓൺ ടൈം പറയുകയാണെങ്കിൽ ഒരു 6 മണിക്കൂറൊക്കെ മാത്രമേ കിട്ടുന്നുള്ളൂ നോർമൽ യൂസിന്. ഹെവി യൂസിന്, നോർമൽ യൂസിനല്ല. ഒരു 1 day ഒക്കെ കിട്ടും, ഞാനൊരു 6 മണിക്കൂർ മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് പോകുന്നില്ല. അപ്പം അത്രേ ബാറ്ററി കിട്ടുള്ളൂ. ബാറ്ററി ലൈഫ് കുറവാണ്. എനിക്ക് ഇതിൽ ഏറ്റവും മെയിനായിട്ട് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ബാറ്ററിയാണ്. ബാക്കിയൊക്കെ തന്നെ പക്കയാണ്. അപ്പം നിങ്ങൾ 40,000 രൂപ എന്ന പ്രൈസ് പോയിന്റിൽ S23 എന്നത് അത്യാവശ്യം നല്ല വേർത്തായിട്ടുള്ള ഡീലാണ് ആൻഡ്രോയിഡ് ഫോൺ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ. പിന്നീട് ഫാസ്റ്റ് ചാർജിങ് 25 വാട്ട് ഉണ്ട്, ബട്ട് ചാർജറൊന്നും ബോക്സ് കിട്ടുന്നില്ല. 1 മണിക്കൂർ എടുക്കും ചാർജ് ആവാൻ. നോർമൽ, ഞാനിപ്പം എൻ്റെ പഴയ ഫോണും ആ ഒരു ടൈം തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബാറ്ററി കപ്പാസിറ്റി കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ചാർജിങ് 1 മണിക്കൂർ കൊണ്ട് തന്നെ ആവുന്നുണ്ട്. ബാക്കിയുള്ള ഫോൺ 100 വാട്ടും അതിൻ്റെ അപ്പുറത്തൊക്കെ ഇവിടെ ചാർജർ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്തുകൂടാ. ദിസ് ഈസ് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ എന്ന രീതിയിൽ മാത്രം നോക്കുക. ഒരു പ്രീമിയം ബ്രാൻഡിൻ്റെ ഒരു ഫോൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പം ഐഫോണിൽ ഇപ്പം അങ്ങനെ ഫാസ്റ്റ് ചാർജിങ് കൊടുക്കാതെ അത് പോയിട്ട് എന്നിട്ട് ആൾക്കാർ പോയിട്ട് ഇത് വാങ്ങുന്നില്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതൊരു പ്രീമിയം ബ്രാൻഡിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ പക്കയാണ് എല്ലാ രീതിയിലും. ബെറ്റർ ഡിസ്പ്ലേ, ക്യാമറ എല്ലാം ഉണ്ട്, പെർഫോമൻസ് അങ്ങനെ അതിലൊന്നും ഇഷ്യൂസ് ഇല്ല. ഞാൻ ഒറ്റ കാര്യം, ബാറ്ററി മാത്രമാണ് എനിക്കൊരു ഇഷ്യൂ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു യൂസർ എക്സ്പീരിയൻസ് ആയിട്ട് കാണാം. നല്ല ഡീലിലും ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ പ്രൈസ് കിട്ടിത്തായിരിക്കും. വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് പോയി വാങ്ങാം. ഉഗ്രമായിട്ടുള്ള ഫോണാണ്. ആൻഡ്രോയിഡിൽ ഇപ്പം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലൊരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ S23 ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. ഈ ഫോണൊക്കെ യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസർ എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫോൺ അഭിനവ് സൈനിങ് ഓഫ്. ബൈ.